കൊച്ചി രാജാവിലൊരു ഡയലോഗില്ലേ, രാജാവിനെന്തൊക്കെയോ. അതേപോലെയാണ് വയനാട് ചുരം കയറുമ്പോൾ കയ്യൊക്കുള്ളോൻ കാര്യക്കാരൻ എന്നാണ്. ഏതെങ്കിലും ഒരു ലോറി ഉണ്ടാവും ജാഥ വിളിച്ചു പോകാൻ, അതിൻ്റെ പുറകെ ഒരുപാട് ആൾക്കാരും. അതേപോലെ ദേ ഈ ലോറി ജാഥ വിളിച്ചു, അതിൻ്റെ പുറകെ ഇത്രയും ആൾക്കാർ. നമ്മൾ നമ്മുടെ വൈക്കിങ് പോന്നു. എങ്ങോട്ടാന്നല്ലേ പറയാം. ഇത് 9-ാം വളവ്. പലരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി 9-ാം വളവിൻ്റെ യഥാർത്ഥ കാഴ്ച കാണണമെന്നുണ്ടെങ്കിലേ നമ്മൾ ഇതേപോലെ കാറിലൊന്നും പോയിട്ട് കാര്യമില്ല മക്കളെ. വയനാട് ചുരം എന്താണ് എന്നുള്ളത് ശരിക്കും ആസ്വദിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ആനവണ്ടി കയറണം. ആനവണ്ടിയുടെ സൈഡ് കുത്തിരിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ KSRTCയുടെ സൈഡ് കുത്തിരിഞ്ഞിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ്. കാര്യം എന്താ വെച്ചാൽ അത്രയ്ക്ക് രസകരമായിരിക്കും ആ വയനാട് ചുരം കാണാൻ. ഞാൻ പോകുന്നത് മറ്റെങ്ങോട്ടും അല്ല, ഈ ടെൻഷനും കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിപ്പ് കുട്ടികളെയും കൂട്ടി പോയത്. അടിപൊളി ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പോകാൻ പറ്റിയൊരു റിസോർട്ട്. അപ്പം എനിക്ക് കുറേ ആൾക്കാർ പറയും ഞാൻ സാധാരണക്കാരനല്ല എന്ന്. ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. എനിക്കൊരുപാട് ഇഷ്ടമായി. കാടിൻ നടുവിൽ എന്ന് തന്നെ പറയാം. എല്ലാ ഭാഗത്തും ഈ നമ്മുടെ ജഗതി പറയുന്നുണ്ടല്ലോ, ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. അതേപോലെ ചുറ്റിലും കാട് തന്നെയാണ്. നമുക്ക് കിട്ടിയ റൂം എന്ന് പറയുന്നത് ഇതാട്ടോ. റൂമല്ല കേട്ടോ, വില്ലയാണ്. അപ്പം കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു ഹാളാണ് ഉള്ളത്, പിന്നെ ഒരു ചെറിയൊരു റൂമും. അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവൂ. അല്ലാതെ വലുതൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കുറേ ഒന്ന് കണ്ടു, കുറേ റീലെടുത്തു. റീലെടുക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ എൻ്റെ ചർച്ചാ വിഷയം. സ്വാഭാവികമായിട്ട് എല്ലാവരും എടുക്കുന്ന റീലേ ഞാനും എടുത്തിട്ടുള്ളൂ. പക്ഷെ അതിലെനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പൂളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വില്ലയാണ്. ജസ്റ്റ് പൂളിന് നടുവിലൂടെ ഒന്ന് എന്ന് പറഞ്ഞത് പോണം ഒന്ന് നടന്നു എന്നല്ലാതെ പൂളിൽ ഇറങ്ങാനും കാര്യങ്ങളൊന്നും നിൽക്കാറില്ല കേട്ടോ. ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പം അടിപൊളി ഒരു പാടം. എങ്ങനെയാ പറയുക, പ്രകൃതി രമണി എന്ന് പറയുകയാണെങ്കിൽ അത് ഈ ഒരു പാടം തന്നെയായിരിക്കും. അത്രത്തോളം ഭംഗിയുള്ളൊരു പാടത്തിലൂടെ കുറച്ച് നേരം നടന്നു. എൻ്റെ കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. അവൾക്കൊരു സർപ്രൈസ് വിസിറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. പക്ഷെ ആൾ എന്നെ സർപ്രൈസ് ആക്കിക്കാഞ്ഞ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ. സുൽത്താൻ ബത്തേരി പോയപ്പോൾ അവളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. വർഷങ്ങൾക്കിപ്പുറം എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഒരു 6 മാസങ്ങൾക്ക് മുമ്പെയാണ് 11 വർഷം 12 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. പിന്നീട് ഇതേ കാണുന്നത് ഇപ്പോഴാണ്. അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോയപ്പോൾ അവൾ എനിക്കിട്ട് സർപ്രൈസ് തന്നു. ഏതായാലും അവളെ കണ്ടത് ഭയങ്കര സന്തോഷമായി, മനസ്സിനും ഭയങ്കര റിലാക്സായി എന്ന് തന്നെ പറയാം. നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരെ വീണ്ടും വീണ്ടും കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറയാനും ഓർക്കാനൊക്കെ നല്ല സുഖമല്ലേ. അവളുടെ വീടിൻ്റെ അടുത്തായിട്ട് കരിമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോൾ അവൾ പോവുകയാണെങ്കിലും അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ വണ്ടിയിലേക്ക് കയറ്റാറുണ്ട്. ഒരു കാറായിട്ട് പോവുകയാണെങ്കിൽ തിരിച്ചൊരു ലോറിയായിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാറ്. അത്രത്തോളം സാധനങ്ങൾ അവളെനിക്ക് തരാറുണ്ട്. അതേപോലെ തന്നതാണ് കരിമ്പ്. ഇതെൻ്റെ മോളൂട്ടി കേട്ടോ, അവളുടെ മോളാണ്. അപ്പോൾ അവിടെ ഒരുപാട് കരിമ്പുണ്ടായിട്ട് അവർ വെട്ടിക്കളയലാണ്. നമ്മുടെ നാട്ടിലിതൊന്നും കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് എന്നോട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഈ കരിമ്പ് വെട്ടുന്നത്. എനിക്ക് കഴിക്കാൻ തന്നതാണ്. പക്ഷേ എന്തോ എൻ്റെ വെപ്പ് പല്ല് പോവാതിരുന്നത് എൻ്റെ ഭാഗ്യമെന്ന് പറയാം. അത്രയ്ക്ക് ഉറപ്പായിരുന്നു എന്ന് തന്നെ പറയാം. ഏത് തന്നെ ആയാലും ഒരുപാട് കരിമ്പും കാര്യങ്ങളും. ഈ തവണ എനിക്ക് കരിമ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. വേറൊന്നും തരാൻ അവൾ കണ്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ലേറ്റായിട്ടാണ് ചെന്നത്. ഏതായാലും വർഷങ്ങൾക്കിപ്പുറം കൂട്ടുകാരീനെ കണ്ട സന്തോഷവും കരിമ്പ് കിട്ടിയ സന്തോഷവും ടൂറ് പോയ സന്തോഷവും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്.
ഒരുപാട് സന്തോഷമുണ്ട്, അതിലുപരി സങ്കടമുണ്ട്. സങ്കടം പറയാൻ നിന്നാൽ ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ എന്തിന് നമ്മൾ നമ്മുടെ സങ്കടം പറയാൻ നിൽക്കണം? നമുക്ക് കുറച്ച് നേരം സന്തോഷിക്കാന്നേ. സന്തോഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എൻ്റെ സന്തോഷങ്ങൾ പലർക്കും അത് വിഷമമായിരിക്കും എന്നെനിക്കറിയാം. എന്നാൽ പോലും നിങ്ങളിതൊക്കെ ഒന്ന് സഹിച്ചേക്കുക, ഇതൊക്കെ ഒന്ന് കണ്ണടച്ചേക്കുക.